അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥൻ പിടിയിൽ. ചീഫ് എഞ്ചിനീയറായ ബി രവീന്ദറിന്റെ 100 കോടിയിലധികം രൂപയുടെ ആസ്തികളാണ് തെലങ്കാന ആന്റി കറപ്ഷൻ ബ്യൂറോ കണ്ടെത്തിയത്. രവീന്ദറിന്റെ വീട്, ഓഫീസ് എന്നിവയുൾപ്പെടെ 11 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് സ്വത്തുക്കൾ പിടിച്ചെടുത്തത്. തെലങ്കാന ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ വൻ അഴിമതി വിരുദ്ധ റെയ്ഡിലാണ് ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റി ചീഫ് എഞ്ചിനീയർ ബി രവീന്ദർ പിടിയിലായത്. രവീന്ദറിന്റെ വസതി, ഓഫീസ് എന്നിവയ്ക്ക് പുറമെ ഇയാളുടെ ബന്ധുക്കൾ, കൂട്ടാളികൾ, ബിനാമികൾ എന്നിവരുമായി ബന്ധപ്പെട്ട 11 സ്ഥലങ്ങളിലാണ് ACB ഒരേ സമയം പരിശോധന നടത്തിയത്. രംഗറെഡ്ഡി ജില്ലയിലെ കൊണ്ടകൽ, കിസ്താപൂർ, പശമൈല എന്നിവിടങ്ങളിലെ 5 ഓപ്പൺ പ്ലോട്ടുകൾ, നർസിംഗിയിലും നാനക്രാങ്കുടിയിലുമുള്ള 4 റെസിഡൻഷ്യൽ ഫ്ളാറ്റുകൾ, ശംഷാബാദിനടുത്തുള്ള ഗുഡൂർ ഗ്രാമത്തിലെ 4 ഏക്കർ കൃഷിഭൂമി, മോക്കിലയിലെ പണിതീരാത്ത വില്ല, കൊണ്ടപ്പൂരിലെ വാണിജ്യ സമുച്ചയം എന്നിവയാണ് പരിശോധനയിൽ കണ്ടെത്തിയ പ്രധാന സ്ഥാപന ആസ്തികൾ. ഇവയ്ക്ക് പുറമെ 3.82 ലക്ഷം രൂപ പണമായും 45.05 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങളും കണ്ടെടുത്തു. $36.7 ലക്ഷം രൂപ വിലമതിക്കുന്ന 1.44 കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ, 10 ലക്ഷം രൂപ വില വരുന്ന 12.4 കിലോഗ്രാം വെള്ളി, 17.24 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ, 9.32 ലക്ഷം രൂപയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയും ACB പിടിച്ചെടുത്തു. കൂടാതെ 1.16 കോടി രൂപ മൊത്തം വിലമതിക്കുന്ന ഇന്നോവ ഹൈക്രോസ്, ടാറ്റ സഫാരി, ഇന്നോവ ക്രിസ്റ്റ, മഹീന്ദ്ര SUV എന്നീ 4 ആഡംബര വാഹനങ്ങളും റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ രേഖകൾ പ്രകാരം ഈ സ്വത്തുക്കൾക്ക് 9.24 കോടി രൂപയാണ് ഔദ്യോഗിക മൂല്യം. എന്നാൽ വിപണി വില പ്രകാരം ഇതിന് 100 കോടിയിലധികം രൂപ വിലമതിക്കുമെന്ന് ACB ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. നിലവിൽ അറസ്റ്റിലായ രവീന്ദറിനെ ജുഡീഷ്യൽ റിമാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇയാളുടെ കൂടുതൽ സ്വത്തുക്കൾ, സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബിനാമി നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനായി വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് ആന്റി കറപ്ഷൻ ബ്യൂറോ വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.